പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ തിരുവചനവുമായി വരുവാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ വേദപുസ്തകം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സക്രിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. യേശുവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയ, സ്തോത്രം, ദൈവത്തിൻ്റെ ദൂതനിൽ നിന്ന് ദൈവശബ്ദം മറിയ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദൈവിക ആലോചന, കൃപ ലഭിച്ചവളെ എന്ന ദൈവശബ്ദം മറിയ കേട്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ നാം കാണുന്നു, മറിയ 2 കാര്യങ്ങൾ ആ ദൂതൻ്റെ മുൻപിൽ, അഥവാ ദൈവത്തിൻ്റെ ദൂതുമായി വന്ന് തന്നോട് ദൂതറിയിച്ച ആ ദൂതുവാഹിയായിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതനോട് ഈ മറിയ, ഈ സ്ത്രീ പറയുന്ന 2 വാക്കുകൾ നാം അവിടെ കാണുന്നു. ഒന്ന്, ഞാൻ കർത്താവിൻ്റെ ദാസി. യെസ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും സ്തോത്രം, ഞാനിങ്ങനെ ആ വചനത്തിൽ നിന്ന് ഇപ്രകാരം വിളിച്ചു പറയട്ടെ. എത്ര പേരുണ്ട് ഞാൻ കർത്താവിൻ്റെ ദാസി, ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോൾ, ദൈവശബ്ദം കേൾക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ, ദൈവാലോചനകളുടെ മുൻപിൽ, ദൈവിക വാഗ്ദത്തങ്ങളുടെ മുൻപിൽ, ദൈവ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ ഞാൻ കർത്താവിൻ്റെ ദാസി, ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് നമ്മെ തന്നെ സമർപ്പിക്കുന്ന, നമ്മെ തന്നെ ദൈവ മുൻപാകെ താഴ്ത്തുന്ന ഒരു മനോഭാവം ഉള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടാമതായി, ഈ സ്ത്രീ ദൈവത്തിൻ്റെ ദൂതനോട് പറയുന്ന അടുത്ത വാക്ക്, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എത്ര പേർക്ക് ഇന്ന് പറയുവാൻ കഴിയും കർത്താവിനോട്, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ? അതിൻ്റെ അർത്ഥം ഇതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സ്തോത്രം, ദൈവിക ആലോചന ഇതത്രേ. സ്തോത്രം, മറിയെ പോലെ ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ, ദൈവാലോചനകളുടെ മുൻപിൽ, ദൈവസാന്നിധ്യത്തിൻ്റെ മുൻപിൽ നാം കേൾക്കുന്ന ആലോചനകളെ, നാം കേൾക്കുന്ന ദൈവശബ്ദത്തെ, നാം അനുഭവിക്കുന്ന ദൈവിക സാന്നിധ്യത്തെ അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയും. ഈ സ്ത്രീ അവിടെ പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അതിൻ്റെ അർത്ഥം ഇവൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്, ദൈവ സാന്നിധ്യത്തെ അക്സെപ്റ്റ് ചെയ്യുന്നു. ദൂതനിലൂടെ അവൾ കേട്ട ദൈവത്തിൻ്റെ ആലോചനയെ, ദൈവത്തിൻ്റെ ശബ്ദത്തെ ഇവൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ.
ആമേൻ. ഇവൾക്കറിയാം താൻ കേട്ട ദൈവശബ്ദം പലപ്പോഴും ആമേൻ തൻ്റെ ലൈഫിൻ്റെ ഇന്നത്തെ സാഹചര്യവുമായി താൻ ഇന്നായിരിക്കുന്ന അവസ്ഥയുമായി യാതൊരു വിധത്തിലും ആമേൻ താൻ കേട്ട ദൈവാലോചനകൾ തനിക്ക് യോജിക്കുന്നതല്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അത് തൻ്റേതാകുന്ന ജീവിത സാഹചര്യങ്ങളുമായി ആമേൻ സ്തോത്രം ആ ദൈവിക ദൂതിനെ ഒന്ന് അളന്നാൽ, ദൈവിക ആലോചനകളെ അളന്നാൽ ഒരിക്കലും അത് നടക്കാൻ 1% പോലും സാധ്യത ഇല്ലാത്ത ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ദൂതനിൽ നിന്ന് ഈ സ്ത്രീ കേൾക്കുവാൻ ഇടയായത്. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ സാഹചര്യങ്ങൾ തനിക്ക് പ്രതികൂലമാണെങ്കിലും 1% പോലും അത് നടക്കുവാൻ സാധ്യത തൻ്റെ മുൻപിൽ ഇല്ല എങ്കിലും ദൈവത്തിൽ നിന്ന് അഥവാ ദൈവത്തിൻ്റെ ദൂതനിലൂടെ താൻ കേട്ട ദൈവ ശബ്ദത്തെ ഈ സ്ത്രീ അക്സെപ്റ്റ് ചെയ്യുവാൻ ഇടയായി. ഇന്ന് ദൈവ ശബ്ദത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന, ദൈവിക ആലോചനകളെ അംഗീകരിക്കുന്ന, ദൈവ സാന്നിധ്യത്തെ അംഗീകരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സമയം അസാധ്യമായിരിക്കാം നിങ്ങളുടെ സാഹചര്യങ്ങൾ, അസാധ്യമായിരിക്കാം നിങ്ങളുടെ അവസ്ഥകൾ, അസാധ്യമായിരിക്കാം ഇന്നത്തെ നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ. പക്ഷേ ആമേൻ അക്സെപ്റ്റ് ചെയ്യുവാൻ, അംഗീകരിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഈ നാളുകളിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്ന് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീ ദൈവത്തിൻ്റെ ശബ്ദത്തെ, ദൈവത്തിൻ്റെ ദൂതനിലൂടെ ഇവൾ കേട്ട ദൈവിക ആലോചനയെ ഇവൾ അക്സെപ്റ്റ് ചെയ്തപ്പോൾ, ഇവൾ അംഗീകരിച്ചപ്പോൾ എന്താ ഇവളുടെ ലൈഫിൽ സംഭവിച്ചത്? 1-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് എന്ന സുവിശേഷകനിലൂടെ ആമേൻ ഇങ്ങനെ നാം വായിക്കുന്നു. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. ഞാൻ പറയട്ടെ, ഏതു നാളുകളിലാണ്? ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ദൂതൻ്റെ ദർശനം, ദൈവിക ആലോചന ഈ സ്ത്രീ, ഈ മറിയ എന്ന് ഏതു നാളുകളിലാണോ ഇവൾ കേട്ടത്, ആ നാളുകളിൽ ആമേൻ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു. ഈ നാളുകളിൽ ആമേൻ നീ ദൈവ ശബ്ദം അംഗീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതാ എത്രയും വേഗത്തിൽ തന്നെ ഒരു ബദ്ധപ്പാടോടുകൂടി ഒരു പുറപ്പാട്, ഒരു ബദ്ധപ്പാടോടുകൂടി ഒരു യാത്ര, ഒരു ബദ്ധപ്പാടോടുകൂടി ഒരു എഴുന്നേൽപ്പ് നിന്റെ ലൈഫിൽ ഈ ദിവസങ്ങളിൽ ദൈവം നൽകുവാൻ പോകുന്നു. എവിടെയാണോ നീ ആയിരിക്കുന്നത്, ആമേൻ, കൃപ ലഭിച്ചവളെ, കൃപ ലഭിച്ചവനെ, ഏതോ ഒരു ഭവനത്തിൽ, ഏതോ ഒരു മുറിക്കകത്ത്, ഏതോ ഒരു ദേശത്തിൽ, ഏതോ ഒരു പട്ടണത്തിൽ, ഏതോ ഒരു രാജ്യത്ത് നീ എവിടെയോ ഒതുക്കപ്പെട്ടു ഇരിക്കുമ്പോൾ, ലൈഫിൽ എവിടെയൊക്കെയോ നീ ഒതുക്കപ്പെട്ടിരിക്കുമ്പോൾ ഒരു എഴുന്നേൽപ്പിൻ്റെ ജീവിതത്തിൽ എന്നുണ്ടാകുമെന്ന് ചോദിച്ചുകൊണ്ട് ഭാരത്തോടെ ഇരിക്കുന്ന ഏതോ ചില മറിയമാരോട്, ഏതോ ചില വ്യക്തികളോട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു. നിന്റെ ലൈഫിൽ ഒരു മറിയയ്ക്ക് ആ നാളുകളിൽ ദൈവ ശബ്ദം അവൾ അംഗീകരിച്ച, ദൈവ ശബ്ദം അവൾ കേട്ട, ദൈവിക ദൂതൻ്റെ ദർശനം അവൾ കണ്ട, ആമേൻ, ദൈവ സാന്നിധ്യം അവളുടെ മുറിക്കകത്ത് അവൾ അനുഭവിച്ച ആ നാളുകളിൽ അവൾക്കൊരു എഴുന്നേൽപ്പ്, ആമേൻ, ഒരു പുറപ്പാട്, ആമേൻ, അവളുടെ ലൈഫിൽ ഉണ്ടായതുപോലെ ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിലൊരു എഴുന്നേൽപ്പ്, നിന്റെ ജീവിതത്തിലൊരു പുറപ്പാട് ഈ ദിവസങ്ങൾ ദൈവം തരുവാൻ പോകുന്നു. വേദപുസ്തകം എഴുതിയിരിക്കുന്നു, ബന്ധപ്പെട്ട് അവൾ ചെന്നു. അതിനർത്ഥം ഒരു ബദ്ധപ്പാടോട് കൂടിയൊരു യാത്ര, ഒരു ബദ്ധപ്പാടോട് കൂടിയൊരു എഴുന്നേൽപ്പ്. അതിനർത്ഥം ഇതാണ്, എത്രയും വേഗത്തിലുള്ളൊരു ദൈവപ്രവൃത്തി, എത്രയും വേഗത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചില എഴുന്നേൽപ്പുകൾ, പെട്ടെന്നുണ്ടാകുന്ന ചില യാത്രകൾ, പെട്ടെന്നുണ്ടാകുന്ന ചില ക്രമീകരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ചില ചേഞ്ചസ് നിന്റെ ലൈഫിൽ ഇൻ ദ നെയിം ഓഫ് ലോർഡ്. ആമേൻ. ഇന്ന് ഈ സമയം ഞാനതിനെ റിലീസ് ചെയ്യുന്നു. അത് ഏറ്റെടുക്കുന്ന, അത് സ്വീകരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ 40-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, സക്കറിയാവിൻ്റെ വീട്ടിൽ എത്തി എലിസബത്തിനെ വന്ദിച്ചു. എന്തുവാ അതിൻ്റെ അർത്ഥം? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? സ്തോത്രം. മറിയ ചെന്നത് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലല്ല. ആമേൻ, സ്തോത്രം. ആമേൻ. മറിയ
ചെന്നത് ഒരു സാധാരണ ഒരു വ്യക്തിയുടെ വീട്ടിലല്ല, പകരം വേദപുസ്തകം നാം വായിച്ചു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആ കാലഘട്ടത്തിലെ പ്രവാചകനും ആ കാലഘട്ടത്തിലെ യഹോവയുടെ ആലയത്തിലെ മഹാപുരോഹിതനമായിരിക്കുന്ന അഥവാ പുരോഹിതനമായിരിക്കുന്ന സക്കരിയാവിൻ്റെ വീട്ടിലത്രേ മറിയ ചെല്ലുവാൻ ഇടയായത്. ഞാൻ ഇന്ന് നിങ്ങളെ നോക്കി ഈ പ്രകാരം പറയട്ടെ, ദൈവത്തിൻ്റെ ശബ്ദത്തെ നീ അംഗീകരിച്ചാൽ, ദൈവത്തിൻ്റെ ആലോചനകളെ നീ അംഗീകരിച്ചാൽ, നിനക്ക് വേണ്ടി വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രസൻസിനെ, ആ സാന്നിധ്യത്തെ അംഗീകരിപ്പാൻ നീ തയ്യാറായാൽ, നിന്റെ ലൈഫിലെ ആ എഴുന്നേൽപ്പ്, ആ പുറപ്പാട് ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അടുത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? സ്തോത്രം. ദേശത്തിലെ ലോകത്തിലെ ചില ഉന്നതന്മാരുമായി ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം നിന്നെ കണക്ട് ചെയ്യുവാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചില സക്കരിയാവുമാരുടെ വീടുകളുമായി, ചില സക്കരിയാവുമാരുടെ കുടുംബങ്ങളുമായി, ചില സക്കരിയാവുമാരുമായിട്ടുള്ള സ്തോത്രം ചില സ്പിരിച്വൽ കണക്ഷൻസ് ഈ ദിവസങ്ങൾ ദൈവം നൽകുവാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ വേല ചെയ്യും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളെ നോക്കി ദൂതറിയിക്കട്ടെ. ചില സ്പിരിച്വൽ കണക്ഷൻസ്, ചില മിനിസ്ട്രി ലെവലിലുള്ള ചില കണക്ഷൻസ്, ചില ഉന്നതന്മാരുമായി, ചില മഹാന്മാരുമായി ദൈവം നൽകുവാൻ പോകുന്നു. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അത് റിസീവ് ചെയ്യുക, അത് വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ ലൈഫിൽ തരുവാൻ പോകുന്നു. എലിസബത്തിനെ മറിയ വന്ദിച്ചു എന്ന് നാം അവിടെ എഴുതിയിരിക്കുന്നു. 41 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞത്. അതിന് 44 വാക്യത്തിൽ ഇങ്ങനെ എലിസബത്ത് പറയുന്നു, നിന്റെ വന്ദന സ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി എന്ന് എലിസബത്ത് മറിയോട് പറയുന്നു. ആമേൻ. ഞാൻ ഇന്ന് ദൈവം എനിക്ക് തന്ന ആ ദൈവിക ആലോചന ആമേൻ ഞാൻ നിങ്ങളിലേക്ക് കൈമാറട്ടെ. ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾ കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി ആമേൻ വെളിപ്പെട്ട് വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന അഥവാ അതിനെ അംഗീകരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ പറയുന്നു, സ്തോത്രം, ദൈവത്തിൻ്റെ ശബ്ദത്തെ നിങ്ങൾ അംഗീകരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം എവിടൊക്കെ കേൾക്കുമോ, എവിടൊക്കെ മുഴങ്ങുമോ, ആരുടെയൊക്കെ ചെവികളിൽ എത്തുമോ അവരുടെ ഉള്ളിൽ ആനന്ദമുണ്ടാകത്തക്കവണ്ണം, അവർ പരിശുദ്ധാത്മാവിൽ നിറയത്തക്കവണ്ണം, അവരുടെ ഉള്ളിൽ ചില ചലനങ്ങൾ ഉണ്ടാകത്തക്കവണ്ണം ഉള്ള ചില ആത്മീക തലങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നു. ഞാൻ ആവർത്തിച്ച് വിളിച്ചു പറയുന്നു, നീ ദൈവത്തിൻ്റെ ശബ്ദത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തി ആണെങ്കിൽ, നീ ദൈവത്തിൻ്റെ ആലോചനയെ അംഗീകരിക്കുന്ന വ്യക്തി ആണെങ്കിൽ ഈ ദിവസങ്ങളിൽ അതേ നിങ്ങളുടെ ശബ്ദം മറ്റൊരുവൻ കേട്ടാൽ അവരിൽ ആനന്ദവും ചില ചലനങ്ങളും ആത്മനിറവും ഉണ്ടാകത്തക്ക നിലകളിൽ ദൈവം നിന്റെ ശബ്ദത്തെ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുവാൻ പോകുന്നു. നിന്റെ നാവിൻ്റെ കെട്ടുകളെ അഴിച്ച് നിന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്ന സ്തോത്രം വന്ദന സ്വരം കേൾക്കുമ്പോൾ തന്നെ, നീ സ്തോത്രം പറയുമ്പോൾ തന്നെ, നീ പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ തന്നെ, നിന്റെ അധരത്തിൽ നിന്ന് ഉയരുന്ന വാക്കുകൾ നിമിത്തം അനേകരുടെ ഉള്ളിൽ ആനന്ദമുണ്ടാകത്തക്ക രീതിയിൽ എൻ്റെ ദൈവം നിന്നിലേക്ക് തൻ്റെ കൃപയെ ഇന്ന് ഈ സമയം ദൈവം പകരുവാൻ പോകുന്നു. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നീ ദൈവത്തെ അംഗീകരിക്കുന്ന വ്യക്തിയെങ്കിൽ, നീ ദൈവശബ്ദത്തെ അംഗീകരിക്കുന്ന വ്യക്തിയെങ്കിൽ അതിനോട് മറുതലിക്കുന്നവരല്ല, അതിനോട് മറുത്ത് സംസാരിക്കുന്നവനല്ല. ദൈവത്തിൻ്റെ ശബ്ദത്തെ അത് എന്ത് തന്നെയായാലും അത് അക്സെപ്റ്റ് ചെയ്യുവാൻ, അതുപോലെ അംഗീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം അത് അനേകർക്ക് വിടുതലായി. നിങ്ങളുടെ ശബ്ദം, നീ ദൈവത്തിൻ്റെ ശബ്ദത്തെ അംഗീകരിച്ചാൽ നിന്റെ ശബ്ദത്തെ അംഗീകരിക്കാൻ ഒരു കൂട്ടത്തെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ഇടയാകും. നീ ദൈവത്തിൻ്റെ ശബ്ദത്തെ ഏറ്റെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ശബ്ദത്തെ കേൾക്കുവാൻ, നിന്റെ ശബ്ദത്തിലൂടെ അനേകരുടെ വിടുതലുണ്ടാകാൻ, അനേകർക്ക് അനുഗ്രഹമാകാൻ, അനേകർക്ക് ആനന്ദമുണ്ടാകാൻ ദൈവം
ഈ ദിവസങ്ങളിൽ സഹായിക്കുവാൻ പോകുന്നു. ഇന്ന് ആമേൻ ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.